മൗനം എവിടെയാ? സെമിട്രിയിലെ മൗനം. എന്നാൽ ജീവനുള്ളവരുടെ ഇടയിൽ ശബ്ദമുണ്ടാകും. ആമേൻ. ജീവനുള്ളവർ, ആത്മജീവൻ പ്രാപിച്ചവന് മൗനമായിരിക്കാൻ പറ്റത്തില്ല. ആത്മാവിൽ ജീവനുള്ളവൻ പ്രതികരിച്ചുകൊണ്ടിരിക്കും. അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്തിനാ കർത്താവ് ജീവൻ തന്നിരിക്കുന്നത്? എന്തിനാ അവൻ നമുക്ക് നന്മ ചെയ്തത്? അവൻ്റെ വചനത്തെ പ്രമാണിക്കുക. ഇവിടെ ഭക്തൻ പറയുന്നത്, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. എന്തുകൊണ്ടാ പ്രമാണിക്കുന്നത്? അവൻ ചെയ്ത നന്മ ഓർത്താൽ, അവൻ ചെയ്ത വിടുതലുകൾ ഓർത്താൽ എങ്ങനെ അവൻ്റെ വചനം പ്രമാണിക്കാതിരിക്കാൻ പറ്റും? ഒരു രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ അവൻ്റെ വചനം പ്രമാണിക്കാൻ വിളിക്കപ്പെട്ടവരാ. ദൈവരാജ്യത്തിലെ അംഗം എങ്ങനെ പോകണമെന്നുള്ള ഭരണഘടനയാ വിശുദ്ധ തിരുവചനം നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ പറ്റും, അമ്മ ഞാൻ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ.